പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം പറയാൻ പെട്ടെന്ന് വിട്ടുപോയിട്ടോ. ഇന്നും നാളെയും ശനി ഞായർ അച്ഛൻ്റെ ഇടവക സെൻറ്റ് മേരീസ് ദേവാലയം കിഴിപ്പള്ളിക്കര അവിടെ തിരുനാളാണ്. നമ്മളുടെ ഈ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ ആ കാര്യം പറയാനായിട്ട് നിങ്ങളോട് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. ഞായറാഴ്ച 10 മണിക്ക് പരിശുദ്ധ കുർബാനയാണ്. ബഹുമാനപ്പെട്ട പോൾ ചാലിശ്ശേരി അച്ഛനാണ് കുർബാന ബലി അർപ്പിക്കുന്നത്. അച്ഛൻ ശരിക്കും US ഭയങ്കരമായ രീതിയിൽ അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൊരു അച്ഛനാണ്. മാത്രമല്ല അച്ഛൻ എൻ്റെ സ്വന്തം കണ്ടശാങ്കടവ് ഇടവക്കാരൻ കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും യേശുനാമത്തിൽ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ശരിക്ക് ഒരു റിയൽ സ്പിരിച്വാലിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം. എന്താ റിയൽ അത് നമുക്ക് വേണ്ടതല്ല ശരി. അതാണ്, അതായത് ശരിയായൊരു ആത്മീയത ഉള്ള വ്യക്തി പ്രതികൂലങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് ഇന്നത്തെ വചനം. അത് ഹബക്കുക്ക് 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇത് എളുപ്പമാണോ? ഞാൻ കർത്താവിൽ ആനന്ദിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന തന്നെ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവിൽ സമൃദ്ധി ഉണ്ടാവണമെന്നാണ്. പക്ഷേ ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഭൗതികതയിലേക്ക് നോക്കിയിട്ടുള്ളതല്ല ശരിയായ സ്പിരിച്വാലിറ്റി. അതിൻ്റെ അപ്പുറമുള്ള ഒരു സംഭവമാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഇനി നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലേക്ക്, ഈ വചനത്തെ ശരിക്കും ജോബിൻ്റെ പുസ്തകമായിട്ട് ജോബിൻ്റെ ഉണ്ടായ പ്രതികൂലങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ എന്നിട്ട് പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ വചനത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകലെയാണോ അത്രമാത്രം റിയൽ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ഞാൻ അകലെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. തുടർന്നുള്ള വചനത്തിൽ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ശരിയായ ആത്മീയതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമെങ്കിലും നമ്മൾ ശരിക്കും ആഗ്രഹിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു തരും. ഈശോ പറയുന്നില്ലേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവമേ, എൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ അടഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഈ ലോകത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നതെങ്കിൽ നിങ്ങളാണ് ഹതഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെയാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.